മധ്യപൂർവേഷ്യയിലെ ഒരു രാജ്യം, ഒരിക്കൽ ലോകരാഷ്ട്രീയത്തിൽ പോലും വൻ ശക്തിയായിരുന്ന രാജ്യം, എണ്ണയും മതവും അധികാരവും ഒരുമിച്ച് ചേർന്ന ഒരു ഭൂപ്രദേശം. ഇന്ന് വീണ്ടും അവിടുത്തെ തെരുവുകൾ കത്തുകയാണ്. ഇത് വെറും പ്രതിഷേധങ്ങളാണോ, അല്ലെങ്കിൽ ചരിത്രം വീണ്ടും തിരുത്തിയെഴുതുന്ന മറ്റൊരു നിർണായക നിമിഷമാണോ? ഇറാൻ ഇന്ന് കടന്നുപോകുന്ന പ്രതിസന്ധികളും പ്രതിഷേധങ്ങളും വഴിവെക്കുന്നത് മറ്റൊരു ഭരണമാറ്റത്തിലേക്കാണോ? അമേരിക്കയും ഇസ്രയേലും ഒരുപോലെ ശത്രുവായി കാണുന്ന ഇറാനിലെ അരാജകത്വം സ്വാഭാവികമായി സൃഷ്ടിക്കപ്പെട്ടതോ? ഒരു കാലത്ത് ലോകം പേർഷ്യ എന്ന് വിളിച്ചിരുന്ന ഈ രാജ്യം സൈറസ് ദ ഗ്രേറ്റ്, ദാരിയാസ് തുടങ്ങിയ ഭരണാധികാരികളുടെ കാലത്ത് ലോകത്തെ തന്നെ നിയന്ത്രിച്ചിരുന്ന സാമ്രാജ്യമായിരുന്നു. സാംസ്കാരികമായും രാഷ്ട്രീയമായും സൈനികമായും അന്ന് ഇറാൻ ശക്തിയുടെ പര്യായമായി നിലകൊണ്ടു. പക്ഷെ ചരിത്രത്തിൽ ശക്തി എന്ന വാക്കിന് എന്നും സ്ഥിരതയില്ലല്ലോ. കാലം മാറിയപ്പോൾ 20-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടെ ഇറാൻ മാറിയത് ഒരു രാജവാഴ്ചയിലേക്കാണ്. ഷാ ഓഫ് ഇറാൻ, പാശ്ചാത്യ ലോകത്തിന്റെ പ്രത്യേകിച്ച് അമേരിക്കയുടെ അടുപ്പമുള്ള സഖാവ്. രാജ്യം ആധുനികമാകുന്നു എന്ന വാദം ഉയർന്നുവന്ന കാലഘട്ടം. എന്നാൽ വികസനം നഗരങ്ങളിൽ മാത്രം ഒതുങ്ങി. സാധാരണ ജനങ്ങളുടെ ജീവിതം ദാരിദ്ര്യത്തിലും അടിച്ചമർത്തലുമായിരുന്നു. അതുതന്നെയാണ് 1979 ഒരു പൊട്ടിത്തെറിയായി മാറിയത്. ഒരു ജനകീയ കലാപം, ഒരു വിപ്ലവം. അതിലൂടെ ഷാ പുറത്തായി. ജനങ്ങൾ കരുതിയത് സ്വാതന്ത്ര്യവും ജനാധിപത്യവും എന്നേക്കുമായി അവരെ വാരിപ്പുണരുമെന്നാണ്. പക്ഷെ അധികാരം മാറിയെങ്കിലും അധികാരത്തിന്റെ സ്വഭാവം മാറിയില്ല. ഖൊമനേയി ഭരണചക്രത്തിന്റെ കാവലാളായി മാറി. ഇറാൻ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കായി. ഭരണകൂടത്തിന്റെ മുകളിൽ ജനങ്ങളല്ല, മതവ്യവസ്ഥയായിരുന്നു വാണിരുന്നത്. ഇവിടെ തെരഞ്ഞെടുപ്പുണ്ട്, പക്ഷെ അതിന്റെ പരിധികൾ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണ്. അന്തിമ അധികാരം സുപ്രീം ലീഡർ കൈകളിലാണ്, അതായത് ഖൊമനേയുടെ. അവിടെ നിന്നാണ് ഇന്നത്തെ ഇറാൻ രൂപപ്പെട്ടത്. നിയമങ്ങൾ കൂടുതൽ കർശനമായി. സ്ത്രീകളുടെ വസ്ത്രധാരണത്തിൽ വരെ ഭരണകൂടം ഇടപെട്ടു. സ്വാതന്ത്ര്യം അവകാശമല്ല, അനുമതിയായി മാറിയ കാലം. ഇന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷം അതിന്റെ പ്രതിഫലനമാണ് തെരുവുകളിൽ കാണുന്നത്. സ്ത്രീകളും യുവാക്കളും വിദ്യാർത്ഥികളും ഒരുപോലെ പ്രതിഷേധം ഉയർത്തുന്നു. ഹിജാബ് നിയമങ്ങൾ മാത്രമല്ല, ജീവിതം തന്നെ നിയന്ത്രിക്കപ്പെടുന്നുവെന്ന ബോധമാണ് ഈ പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ. സ്വാതന്ത്ര്യ നിയന്ത്രണങ്ങൾ, ഇന്റർനെറ്റ് വിലക്കുകൾ, തൊഴിൽരഹിതത്വം, പണപ്പെരുപ്പം, ഇതെല്ലാം ചേർന്നതാണ് ഇന്നത്തെ ഇറാൻ. ഇതൊരു ഒറ്റ സംഭവത്തിന്റെ ഫലമല്ല, വർഷങ്ങളായി ഉള്ളിലടിഞ്ഞുകൂടിയ നിശബ്ദതയുടെ പൊട്ടിത്തെറിയാണ്. ഒരു തലമുറ ഒരേ സ്വരത്തിൽ പറയുന്നത് ഒറ്റ വാചകമാണ്: ഇങ്ങനെ ഇനി മുന്നോട്ടു പോകാൻ കഴിയില്ല. ഇവിടെ നിന്നാണ് സംശയങ്ങളും ചോദ്യങ്ങളും ഉയരുന്നത്. ഇത് മുഴുവനും ആഭ്യന്തര പ്രതിഷേധമാണോ, അല്ലെങ്കിൽ പുറത്തുനിന്ന് ആരെങ്കിലും ഇരുതിയിൽ എണ്ണ ഒഴിക്കുന്നുണ്ടോ? അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഇറാൻ എന്നും ഒരു ശത്രുവാണ്. ആണവ പദ്ധതി, എണ്ണ രാഷ്ട്രീയം, മധ്യപൂർവേഷ്യയിലെ സ്വാധീനം, ഇതെല്ലാം ചേർന്നതാണ് ഇറാൻ ലോകശക്തികളുടെ കണ്ണിൽപ്പെടുന്നത്. സോഷ്യൽ മീഡിയയും അന്താരാഷ്ട്ര പ്രചാരണവും ചിലർക്കെങ്കിലും സംശയം തോന്നിക്കുന്നുണ്ട്. പക്ഷേ തെളിവുകളില്ല. എന്നാൽ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ഇത്തരം കലാപങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്ക് നടക്കാറില്ല എന്നതാണ്. ഇനിയാണ് അടുത്ത ചോദ്യം: ഇറാന്റെ ഭാവി എന്താകും? ഒന്നുകിൽ ഒരു വശത്ത് ഭരണകൂടം കൂടുതൽ കർശനമാകാം, സൈന്യവും സുരക്ഷാ സംവിധാനങ്ങളും തെരുവുകൾ നിയന്ത്രിച്ചേക്കാം. അതല്ല എങ്കിൽ മറ്റൊരു വഴിയിൽ പരിഷ്കരണങ്ങൾ വരാം. നിയമങ്ങളിൽ ഇളവ്, സ്ത്രീകൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം. അങ്ങനെ ഇതൊന്നുമല്ലെങ്കിൽ ചരിത്രം തന്നെ മാറ്റിമറിക്കുന്ന ഒരു വലിയ വഴിത്തിരിവ്. ഇറാൻ എന്നേക്കുമായി ഒരു നാശത്തിലേക്ക് പതിച്ചേക്കാം. പക്ഷെ അത് സ്ഥിരതയേക്കാൾ കൂടുതൽ അനിശ്ചിതത്വമാണ് വരുത്തിവെക്കുക. ഇത്രയും പറഞ്ഞു വെക്കുമ്പോൾ ഇന്ത്യ എന്ന നമ്മുടെ രാജ്യത്തിന് ഇതുമൂലമുണ്ടാകുന്ന നേട്ടങ്ങളും കോട്ടങ്ങളും പറയാതെ വയ്യ. ഇറാൻ ഇന്ത്യക്ക് വെറും ഒരു രാജ്യമല്ല, എണ്ണയുടെ ഒരു പ്രധാന ഉറവിടമാണ്. ചാബഹാർ തുറമുഖം വഴിയുള്ള മധ്യേഷ്യയിലേക്കുള്ള ഒരു തന്ത്രപ്രധാനമായ കവാടമാണ്. ഇറാനിലെ അസ്ഥിരത എണ്ണ വിതരണത്തെയും വ്യാപാര പദ്ധതികളെയും നേരിട്ട് ബാധിക്കും. അത് ഇന്ത്യക്ക് താൽക്കാലിക നഷ്ടമാണ്. പക്ഷെ ദീർഘകാലത്തിൽ ഇറാൻ ലോകത്തോട് കൂടുതൽ അടുത്താൽ ചൈനയുടെ ഏകാധിപത്യ സ്വാധീനത്തിന് ഒരു ബദൽ ശക്തിയായി ഇന്ത്യ മുന്നോട്ട് വരാൻ സാധ്യതയുണ്ട്. അവസരങ്ങളും അപകടങ്ങളും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ബന്ധമാണിത്. അതിനാൽ ഇറാനിൽ വീഴുന്ന ഓരോ തീപ്പൊരിയും തെഹ്റാനിലെ തെരുവുകൾ മാത്രമല്ല, ഡൽഹിയിലെയും ന്യൂഡൽഹിയിലെയും തന്ത്രപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഓരോ മുറികളിലും ചർച്ചയാകുന്ന ഒന്നാണ്. ഇത് വെറും ഒരു രാജ്യത്തിന്റെ കഥയല്ല, ഇത് അധികാരവും സ്വാതന്ത്ര്യവും സ്ഥിരതയും മാറ്റവും തമ്മിലുള്ള ഒരു നീണ്ട പോരാട്ടത്തിന്റെ കഥയാണ്. ഇന്ന് ഇറാൻ നിൽക്കുന്നത് ഒരു വഴിത്തിരിവിലാണ്. ചരിത്രം വീണ്ടും അവിടെ ഒരു ചോദ്യം ചോദിക്കുന്നു: അധികാരത്തിനാണോ ശക്തി, അല്ലെങ്കിൽ ജനങ്ങളുടെ ആഗ്രഹത്തിനാണോ? ഉത്തരം ഇന്നല്ല, പക്ഷെ അത് വരുമ്പോൾ ലോകം മുഴുവൻ അതിന്റെ പ്രതിഫലനം അനുഭവിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതൊന്ന് പരിഗണിച്ച് ഞങ്ങളെ ഒന്ന് സഹായിക്കണം.